നമസ്കാരം. നമുക്കിന്ന് ഷോൾഡർ പെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഷോൾഡർ പെയിൻ്റെ മെയിൻ കോസസ് എന്താണെന്ന് അറിയണം. ആദ്യമായി കോമൺ ആയി കണ്ടുവരുന്നത് ഫ്രോസൺ ഷോൾഡർ, രണ്ടാമത് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഈ വാത കണ്ടീഷൻസ്, മൂന്നാമത് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ, നാലാമത് പറഞ്ഞാൽ തേയ്മാനം, അല്ലെങ്കിൽ അഞ്ചാമത് പറഞ്ഞാൽ റൊട്ടേറ്റർ കഫ് അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് പ്രോബ്ലംസ്. ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം. വന്നപാടന്നെ നമുക്ക് ആദ്യം പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദനയും നീരും കുറയ്ക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻസ് പറഞ്ഞാൽ അതിലും ബലം കണ്ടില്ലെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ തെറാപ്പി പറഞ്ഞാൽ ആദ്യകാലമൊക്കെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയ ഇഞ്ചക്ഷൻസായ PRP തെറാപ്പീസ് ഉണ്ട്, സ്റ്റെം സെൽ തെറാപ്പീസ് ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ തെറാപ്പീസ് ഉണ്ട്. നാലാമത് പറഞ്ഞാൽ ആർത്രോസ്കോപ്പിക് അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളും ലഭ്യമാണ്. ഇതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം പറഞ്ഞാൽ നല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പ്രതിരോധം പറഞ്ഞാൽ മെയിൻലി എക്സസൈസ്, നല്ല ഫുഡ് ഹാബിറ്റ്സ്. പിന്നെ മൂന്നാമത് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുക. കുടുംബത്തിൽ ആർക്കെങ്കിലും വാദമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യമേ ചെക്ക് ചെയ്യുക. എത്ര നേരത്തെ തിരിച്ചു കഴിഞ്ഞാൽ അത്ര ഫാസ്റ്റായി റിക്കവറിയും പോസിബിൾ ആണ് ഈ ഷോൾഡർ പെയിനിൻ്റെ കാര്യത്തിൽ.